ഹലോ, നമസ്കാരം കേട്ടാ. നമ്മുടെ ഇന്ത്യൻസിന് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നല്ല ഹരാണ്. നമ്മൾ കച്ചവടത്തിൽ ശരിക്കും എന്താ പറയുക, കച്ചവടത്തിൽ അട്ടയുടെ കണ്ണ് കണ്ടുള്ള ആൾക്കാരിനെ നമ്മളയക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പോലത്തെ ആൾക്കാർക്ക് കച്ചവടം തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്കും കുറച്ച് ആവശ്യം കൂടുതലാണ്. നമ്മുടെ ആൾക്കാർ ഒരുപാട് പുറം രാജ്യങ്ങളിൽ പോയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോണ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരാൾക്ക് ഒരു ഫ്രാഞ്ചൈസി കൊടുത്തതിന്റെ പേരിൽ കാനഡയിലുള്ള ഒരു വലിയൊരു കമ്പനി ഇപ്പൊ സത്യം പറഞ്ഞ വെട്ടിലായേക്കാണ്. ഒരു ഫ്രാഞ്ചൈസി നടത്താൻ കൊടുത്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഇവർ ചെയ്തുള്ളൂ. പക്ഷെ അവിടെ നിന്ന് വന്നിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ നല്ല 8ന്റെ പണിയില്ല, 16ന്റെ പണി മേടിച്ചു കൂട്ടി ഇപ്പൊ കോടതി കയറുന്ന അവസ്ഥയിലാണ്. കോടതി കയറുന്ന അവസ്ഥ ആണെന്നല്ല, ആയി. അവരങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ഈ പോപ്പോയ്സുകാർ ഒരു ഫ്രാഞ്ചൈസി കൊടുത്തു. അതങ്ങനെയാണ്, ഒരു മെക്ഡി അല്ലെങ്കിൽ എന്താ പറയാ, പിസ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഫ്രാഞ്ചൈസി ബേസിലാണ് ബിസിനസ് പോണത്. നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ, ഫ്രഷ് ലൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരന്റെ ഫ്രാഞ്ചൈസി. അപ്പോൾ ഇതേമാതിരി ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഒരു ഇന്ത്യക്കാരൻ അതെടുത്തു. അങ്ങനെ പോപ്പോയ്സ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കച്ചവടമൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, എവിടെ ഉണ്ടാവില്ല നമ്മുടെ ആൾക്കാർ. അപ്പോൾ ഒരു ദിവസം അയാളുടെ ഒരു കസിൻ വന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ കിട്ടാനുള്ള വകുപ്പുണ്ട്, കുറച്ച് വില കുറവിന്, ഞാനത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, നീ കൊണ്ടുവന്നോ, നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അതായത് നോർമലി കൊടുക്കണ ചിക്കനെക്കാട്ടും പകുതിക്ക് താഴെ കണ്ടിട്ട് ഹോൾസെയിൽ റേറ്റിനെക്കാട്ടും സാധനം കിട്ടാണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി പുള്ളി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. നമ്മളുടെക്കും വിചാരം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ട് KFC വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ വിമാനം കയറി വരുന്ന കോഴി, അതാണ് അത്. അപ്പൊ ആ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന സാധനം ഇവിടെ വെറുതെ എണ്ണയിൽ പൊരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിചാരം. പക്ഷേ ഇതൊരു എന്താ പറയാ, സെൻട്രൽ ഡിസ്പാച്ചിങ് അല്ലെങ്കിൽ സെൻട്രലായിട്ട് ഇൻവെന്ററി വരുന്ന പോലത്തെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോനെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലായത്, നമ്മുടെ പോപ്പോയ്സ് പോലെ സ്ഥലങ്ങൾക്കായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് സാധനം മേടിക്കാനായിട്ട് അതായത് ഫ്രാഞ്ചൈസിക്കാർക്ക് പെർമിഷൻ ഉണ്ട്. അതായത് ഇവരുടെ മെയിൻ സ്ഥലത്ത് നിന്നുള്ള സാധനം വരുന്നത് ഇവർ തന്നെ എവിടെ നിന്ന് വെച്ചാൽ ചിക്കൻ മേടിക്കുക, പിന്നെ ഈ കോട്ടിംഗ് ഉള്ള സാധനം മാത്രമേ ഇവരുടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചെങ്കിൽ, ഈ കോഴീനെ ഇവർക്ക് ചീപ്പായിട്ട് കിട്ടണം, എന്നാലല്ലേ ഇവർക്ക് വിറ്റ് കാശാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കോഴീനെ ഞാൻ ചീപ്പായിട്ട് തരാം, ഹോൾസെയിലായിട്ട് തരണക്കാട്ടും ചീപ്പായിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആ കടയിൽ ടെസ്റ്റ് ഡോസ് പോലെ കുറച്ച് സാധനം ചിക്കൻ കൊടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് പിന്നെ അതെടുത്തു തുടങ്ങി. അങ്ങനെ അതെടുത്തു തുടങ്ങി. ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. ഇവര് പിന്നെ എന്താ പറയാ, മാമനും അച്ഛനും എന്ന് പറഞ്ഞ മാതിരി മറ്റൊരു ഇന്ത്യക്കാരൻ്റെ ഒരു ദിവസം കണ്ടു, വൈകുന്നേരം ചീട്ട് കളിക്കാനാ വെള്ളടിക്കാനാ ഇതിന് പോയിണ്ടാവും. അങ്ങനെ പോയി വർത്താനം പറഞ്ഞു വിട്ടപ്പോ കച്ചവടം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കോഴിക്ക് ഭയങ്കര വിലയടപ്പാ, എളുപ്പമല്ല എന്ന് പറഞ്ഞു. അന്നൊരു പണിയുന്ന നമ്മുടെ ഒരു ഗടിയുണ്ട്, നമ്മുടെ ഒരു ബന്ധുവാ, ഞാൻ മുട്ടിത്തരാം, അവൻ ഹോൾസെയിലിനെക്കാട്ടും നിങ്ങൾക്ക് ഇപ്പം ഇറക്കണ ടീമിനെക്കാട്ടും പകുതിയിൽ താഴെ എമൗണ്ടിന് സാധനം തരും, പെടച്ചോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ സന്തോഷമായി. അങ്ങനെ രണ്ടാമത്തെ കടയ്ക്ക് സാധനം കൊടുത്തു. അപ്പോൾ ഈ സപ്ലൈ ചെയ്യണവൻ ഭയങ്കര ബുദ്ധിമാനാ. അവൻ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ, ഈ 2 കടയിൽ ഞങ്ങൾ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് 3ാമത്തെ കട, ഏത് ഇന്ത്യക്കാരുടെ ഫ്രാഞ്ചൈസിയിൽ തന്നെ മൊത്തം അങ്ങോട്ട് കയറി അവൻ. അങ്ങനെ കയറി ചെന്ന് അറബ്സിന്റെ എല്ലാ ഫ്രാഞ്ചൈസിയിലും ചെന്നു. ഇവർക്ക് മെയിനായിട്ട് നോക്കണ പണി എന്താ വെച്ചെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരന്റെ സ്റ്റോറിൽ നോക്കണ പണി എന്താ വെച്ചെങ്കിൽ, എങ്ങനെ 10ന്റെ പൈസ കുറച്ചിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിട്ട് ലാഭം ഉണ്ടാക്കാന്നുള്ളതാ. പല രീതിയിൽ ഇവർ ചെയ്യുക. അതായത് കറക്റ്റ് സമയത്ത് എണ്ണ മാറ്റണം എന്നില്ല. ഇനി ചിക്കൻ ഇതേമാതിരി വില കുറവുണ്ട് മേടിക്കുക. അതുപോലെ തന്നെ പിള്ളേരെ പണിക്ക് നിർത്തുമ്പോൾ മാന്യമായിട്ട് ശമ്പളം കൊടുക്കാണ്ടിരിക്കുക. അത് എവിടെ ഒരു $10 ഉണ്ടാക്കാൻ പറ്റണോ അവിടേക്ക് ഇവർ ചവിട്ടും. അങ്ങനെയാണ് ഇവർ കച്ചവടം കൊണ്ടുപോകണവര്. അങ്ങനെ ഗ്രാൻഡായിട്ട് പോയി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി. എന്താന്ന് വെച്ചെങ്കിൽ, വർഷങ്ങളായിട്ട് പോപ്പോയ്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ചിക്കൻ വിൽക്കണ പരിപാടി ഉണ്ടല്ലോ, ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഉണ്ട്, നല്ലൊരു വെള്ളക്കാരൻ്റെ അടിപൊളി വലിയൊരു ഫാം. അവർ പോപ്പോയ്സിക്ക് മാത്രം ചിക്കൻ കൊടുക്കുന്ന ആൾക്കാരാണ്. അവർ ആ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അത് മാത്രം അങ്ങനെ സപ്ലൈ ചെയ്യുന്നവർ. ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഓർഡർ ഇങ്ങനെ പോയി തുടങ്ങി. ഇവർക്ക് കച്ചവടം, ഇവർ മാർക്കറ്റിങ്ങിൻ്റെ നോക്കിയപ്പോൾ ബിസിനസ് താഴെ പോവാ. GTA മെയിനായിട്ട് ബിസിനസ് പോവാ. ഇതെന്ത് സംഭവം എന്നറിയില്ല. അങ്ങനെ ഇവരൊരു സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, സ്റ്റോർ പൂട്ടിയിട്ടൊന്നുമില്ല, കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷെ ചിക്കൻ വേറെ അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തിപ്പോൾ സംഭവിക്കണമെന്ന് അറിയണ്ടേ. അങ്ങനെ ഇവര് നൈസായിട്ട് ഇവരുടെ മാർക്കറ്റിങ്ങിന്റെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ ഒരു കട ഇവര് ഒബ്സർവ് ചെയ്തു പറഞ്ഞാൽ വിത്ത് വീഡിയോ എവിഡൻസ് ആണ്.
അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നോർമൽ ലെവലിൽ ഈ വക സാധനങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ റീഫർ എന്ന് പറയാം. ഇത് റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള ട്രെയിലറിലോ അല്ല ഇതിലെ കൊണ്ടുവരണ്ടേ. ഇത് നോക്കിയപ്പോ വെറുതെ നമ്മുടെ നാട്ടിൽ ഇന്നോവ പോലത്തെ ഒരു സിമ്പിൾ വണ്ടിയിൽ ഒരു 5-6 പെട്ടി ചിക്കൻ ഡെയിലി കൊണ്ടു കൊടുക്കാണ്. ഇത് എവിടെ നടപ്പ് ഈ വരണമെന്ന് അറിയണ്ടേ. അങ്ങനെ ഇവര് പിന്നാലെ പിടിച്ചു. ഇത് എവിടെ നിന്ന് ഈ സാധനം വരണമെന്നുള്ളത് നോക്കിയപ്പോ ഒരു വീട്ടിലത്തെ ഗ്യാരേജിൽ നിന്നാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോണേ. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി വെറുതെ വീട്ടിലൊരു ആ ഗ്യാരേജിൽ അല്ലെങ്കിൽ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റീഫർ വെച്ചേക്കാം, ഒരു ഫ്രീസർ വെച്ചേക്കുക. എന്നിട്ട് ഇവര് ഇതേമാതിരി കടയിലേക്കും എക്സ്പയർ ഡേറ്റ് ചിക്കനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ സുനാമി ഇറച്ചി എന്ന് പറയും പണ്ടത്തെ കാലത്ത്, ഈ സാധനം കൊണ്ടുവന്നിട്ടാണ് നൈസായിട്ട് പടച്ചു വരണത്. ഇത് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും എല്ലാം ഇവര് കാർബോർഡ് പെട്ടിയിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി തള്ളാണ്. അതും ഈ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലുള്ള എന്താ പറയാ ഫുഡ് കൊണ്ടുപോകേണ്ട ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ചീഞ്ഞ കോഴി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കണേ. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഓക്കെ ഇതും വെച്ചിട്ട് ഈ സകല സാധനങ്ങളും വെച്ചിട്ട് ഈ ചിക്കൻ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നേരെ പോപ്പോയിസിലേക്ക് അവര് റിപ്പോർട്ട് ചെയ്തു. സാധനം ഞങ്ങൾക്ക് കച്ചവടമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കണത് ഇമാതിരി വിഷമുള്ള സാധനമാണ്, ഇനി കൊടുക്കണോ ചേട്ടാ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ, പോപ്പോയ്സിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും വന്നില്ല. എന്തൊക്കെ ആയിരുന്നു വെച്ചെങ്കിലേ നമ്മൾ പറയില്ലേ എവിടെ ഉണ്ടാവും ഒരു ഇന്ത്യക്കാരെന്ന്, മിക്കവാറും ഇതിന്റെ മാർക്കറ്റിങ്ങിന്റെ അല്ലെങ്കിൽ എവിടെയും വീട്ടിൽ ഇന്ത്യക്കാരൻ കയറിയതുണ്ടാവും. അവന്റെ കയ്യിലാണ് ഈ ഇമെയിൽ കിട്ടിയത്. അവൻ അന്വേഷിച്ച് പിടിച്ചപ്പോ നമ്മുടെ ഭായിമാരല്ലേ, വെറുതെ എന്തിനാ പോണേ, അല്ലെങ്കിൽ അവനോട് കാര്യം പറഞ്ഞിട്ട് അവന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടാവും. എന്തായാലും പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തില്ല. അപ്പൊ അവർ ഒരു പ്രാവശ്യം അത് ചെയ്തു, ഇതാവണില്ല, വീണ്ടും അവര് ഇതാക്കി. ഇവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അനക്കൊന്നുമില്ല. ഇവര് നൈസായിട്ട് വിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചെങ്കില് ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും ഇങ്ങനെ ചിക്കൻ എടുത്തുകൊണ്ടിരുന്ന കാര്യത്തില് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു നോട്ടീസ് പോലും ഇല്ലാതെ ഈ ഓർഡർ ടെർമിനേറ്റ് ചെയ്തവര്, അത്രയും കടകളിലേക്കുള്ള ഓർഡർ ടെർമിനേറ്റ് ചെയ്തതിന്റെ പേരിലുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് വന്നു ആ കമ്പനിക്ക്. കാരണം അവര് ഈ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നുണ്ടാക്കിയിട്ട് നാളുണ്ടാവുന്ന സാധനമല്ലല്ലോ, അതനുസരിച്ച് അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ കുറെ ഫാമുകളിലേക്ക് അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും കൂടിയിട്ട് സിമ്പിളായിട്ട് ഒരു 45 മില്യൺ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 ചില്ലാനം കോടി രൂപയ്ക്കുള്ള സാധനം അവർ സൂ ചെയ്തു. ഇങ്ങനെയാണ് പണി പാളിയത്. അപ്പൊ എന്താ വെച്ചെങ്കിൽ ഇപ്പോ ഈ പോപ്പോയ്സിന്റെ ആൾക്കാർക്ക് ഇപ്പൊ കോടതി കയറാൻ സമയമുള്ളൂ. കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഗ്രാൻഡായിട്ട്. ആ കേസിനൊരു വിധി വന്നു കഴിഞ്ഞാല് മിക്കവാറും എന്തുണ്ടാവാൻ പോണെന്ന് വെച്ചെങ്കില്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ തലപ്പത്ത് വല്ല ഇന്ത്യക്കാർ ഇരിക്കുന്നുണ്ടാവും. ഇത് ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് നടത്തും, അവന്റെ സപ്ലൈ നിർത്തും, എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഫ്രാഞ്ചൈസിന്ന് ഞാൻ പലപ്പോഴും പിന്നെ ഈ ഇങ്ങനത്തെ ചീന ചിക്കൻ സാധനങ്ങൾ വരുമ്പോ കുറച്ച് ഉപ്പ് ഇവർ കൂടുതലിടും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പല സ്റ്റോറുകളിൽ നിന്ന് കിട്ടുമ്പോൾ ഇവരുടെ ബാക്കിയുള്ള ഫ്ലേവറും കറക്റ്റ് ആവും, ഉപ്പിൽ മാത്രം വേരിയേഷൻ വരും. ഉപ്പ് ഏത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ടാവും ഉറപ്പിച്ച മക്കളാ സുനാമി ഇറച്ചി. നമ്മുടെ നാട്ടിലും പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ എനിക്കറിയില്ല സുനാമി ഇറച്ചി പേര് തന്നെ. അപ്പൊ ആ സാധനം വരും. ഞാനും വരെ പലപ്പോഴും ഈ സാധനം മേടിക്കുമ്പോ എനിക്കും പലപ്പോഴും ഇതേമാതിരി ഉപ്പ് കൂടില്ല. അപ്പൊ നമ്മുടെ മനസ്സിലെന്താ, അതിപ്പോ കുറച്ച് ഉപ്പ് കൂടിയതാവും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ വക ഫ്രാഞ്ചൈസികൾ ഇവര് ട്രെയിനിങ്ങിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഇവർക്ക് മെഷർ ചെയ്യാനുള്ള കപ്പുകള് സ്പൂണുകള് എല്ലാം ഉണ്ടാവും. അപ്പോൾ 1 കിലോ ചിക്കന് ഇത്ര എന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവാണത്. അതങ്ങ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സാധന. ബാക്കിയുള്ള ഇവര് മാരിനേറ്റ് ചെയ്യുന്ന ഇവരെ കോട്ടിങ് ആയിക്കോട്ടെ മസാല ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഉപ്പ് മാത്രം പെർഫെക്റ്റ് ആവണില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. കേസും ബുക്കാരോടെ നടക്കട്ടെ. പക്ഷെ ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് KFC അല്ലെങ്കിൽ പോപ്പോയ്സോ നമ്മൾ കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ എന്നുള്ള പറയണേ, ഈ സാധനം കഴിക്കുന്ന സമയത്ത് ഉപ്പ് കൂടുതലാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ ഇറച്ചിക്കുന്നോ കുഴപ്പമുണ്ട്. അതിന്റെ പേരിലാണ് ഇവര് ഉപ്പ് മനഃപൂർവ്വം കൂട്ടിയിരുന്നാണ്, ഇവർക്ക് ഇതല്ലാണ്ട് അറിയാഞ്ഞിട്ടല്ല. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ പല ഫ്രാഞ്ചൈസികളും പോണത്. ടിം ഹോട്ടൻ, ഞാൻ ഡെയിലി ചായ കുടിക്കുന്ന സാധനമാണ്. ഒരു സ്ഥലത്തുനിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ, കാരണം അവിടുത്തെ വെള്ളം ഫിൽറ്റേഡ് വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഫ്രാഞ്ചൈസി ബിസിനസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇതിനകത്ത് ആ കമ്പനിക്കാർ നന്നായി പരസ്യം കൊടുത്തും അവരുടെ ലാബിലേക്കും പരീക്ഷണം നടത്തിയിട്ടും പിടിച്ചിട്ടൊക്കെയാണ് ഓരോ ടേസ്റ്റുകൾ ഉണ്ടാക്കണേ. ഈ സാധനമാണ് നമ്മൾ വെറും നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുടിപ്പിച്ച് കയ്യെ കൊടുക്കണേ. അപ്പൊ എന്തായാലും ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് നോർമൽ ലെവലിൽ കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാവുക. ഇതിപ്പോ കമ്പനിക്കാർക്ക് മുട്ടം പണി കിട്ടിയിട്ടുള്ളത് 40-45 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 200 സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 4-24 എങ്ങനെ പോയാലും ഒരു 240-250 കോടിക്കുള്ള സാധനമുണ്ട്. അത് ഔട്ട്സൈഡ് സെറ്റിൽമെന്റും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മിക്കവാറും ഇനി അവർ ഇന്ത്യക്കാർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കൽ നിർത്തും. ആ അവസ്ഥയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഏതൊരു ബിസിനസ്സിനും അതിന്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്ത സംഭവം അടിപൊളിയാ. പക്ഷെ 10 കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അറാമ്പറപ്പ് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇത്തിരി കടന്ന കയ്യാ. അപ്പൊ ആ പണി നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുറകിൽ കുറെ ആൾക്കാർ വരുന്നുണ്ടേ. നമ്മൾ പണ്ടും പറയണതാ, നമ്മളൊരു കാണിക്കുമ്പോൾ അതിന്റെ പുറകിൽ വരുന്ന ആൾക്കാർക്കാണ് പിന്നീട് പണി കിട്ടണേ. ഇവരിങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഒരു ഫ്രാഞ്ചൈസി അവർ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ചിക്കന്റെ ഓർഡർ ശരിയാക്കും. പക്ഷെ ഇതൊക്കെ അവിടെ കിടക്കും. അപ്പൊ അവരടുത്ത നിയമം കൊണ്ടുവരും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ പൊതുവെ വെള്ളക്കാരുടെ നേച്ചറുണ്ട്. അവർ ഇത്ര പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് പറഞ്ഞാൽ ആ പ്രോഫിറ്റിലാണ് അവർ കച്ചവടം ചെയ്യില്ല. അവര് സാധനം ചിലപ്പോൾ പൂട്ടിക്കളയും. എന്നാലും ഈ ലാഭം കുറവിന് അവർ പോവില്ല. കാരണം അവർക്ക് അവരുടെ ഒരു രീതിയുണ്ട്, അങ്ങനെ പോവുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം, നമ്മുടെ ആൾക്കാരുടെ ബിസിനസിന്റെ ഒരു കാര്യം പറയാം. അപ്പൊ എനിക്ക് വേറെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടും DJ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ പോകുമ്പോൾ എനിക്കറിയാവുന്ന ഒരു വെള്ളക്കാരൻ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, നമ്മുടെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രോഗ്രാം ഉണ്ട്, നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ. കാരണം ഞങ്ങൾക്ക് അന്ന് 2-3 പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ എല്ലായിടത്തും ഓടിയെത്തില്ല. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം, പക്ഷെ ഞാൻ കുറച്ച് കോസ്റ്റ്ലിയാന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ മണിക്കൂറിന് ചോദിച്ചപ്പോ ഞാൻ പ്രോഗ്രാം എടുത്തുള്ള പൈസക്ക് ഇവന് മാത്രം കൊടുക്കാൻ തയ്യുള്ളൂ, ഒരു 5-6 മണിക്കൂറിന് ഇരുത്തി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മുതലാവില്ല പോയെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞത്രേ ഉള്ളൂ, ഞാൻ ഈ പണി നിർത്തി. കാരണം ഫീൽഡ് നശിപ്പിക്കുകയാണ്, ഇൻഡസ്ട്രി നശിപ്പിക്കുകയാണ്. നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ, നിങ്ങൾ ഉദ്ദേശിച്ച കുറെ രാജ്യക്കാർ വന്നിട്ടുണ്ട്, എല്ലാം കാട്ടിക്കൂട്ടി ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ ഇത് പ്രൊഫഷനോട് ഒരു ഇതുണ്ട്, ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ വരില്ല. ജയ്സ നല്ല സ്നേഹം വെച്ച് പറയാണ്, ഞാൻ വരില്ല. ഞാൻ വരണമെങ്കിൽ എനിക്ക് മണിക്കൂറിന് ഇത്ര ഡോളർ വെച്ച് കിട്ടണം. അത് വെച്ച് കൊടുത്ത് നമുക്ക് മുതലാവില്ല. കാരണം നമ്മുടെ ആൾക്കാർ കുറെ ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ നമുക്ക് അതിനുള്ള മാർജിൻ ഇല്ല. അപ്പൊ നമ്മളനുസരിച്ച് കുറച്ച് പിടിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ കച്ചവടം പൂട്ടി പോവും. അപ്പൊ അവരുടെ സ്റ്റൈൽ അതാണ്, പൂട്ടിക്ക് കുഴപ്പമില്ല, പക്ഷെ ചെയ്യുകയാണെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യണം, അതിനുള്ള കാശ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള രാജ്യത്ത് വന്നിട്ട് ഈ ഒരു പണി കാണിക്കുന്നത്, എന്തായാലും പൊപ്പോയ്സിന് പണി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള എത്ര എണ്ണത്തിന് ഇനി ഭാവിയിൽ പണി വരുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാം പറഞ്ഞ മാതിരി ശരി.